ചില നഗരങ്ങൾ നമ്മളെ അവരുടെ സൗന്ദര്യം കൊണ്ട് അത്ഭുതപ്പെടുത്തും. മറ്റു ചില നഗരങ്ങൾ അവയുടെ ചരിത്രം കൊണ്ട് നമ്മളെ നിശബ്ദരാക്കും. ജോർജിയയിലെ ഈ ചെറിയ പട്ടണം കോരി ആ രണ്ടാമത്തെ കൂട്ടത്തിൽ പെടുന്ന ഒരിടമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ശാന്തമായ നഗരം, തിരക്കില്ലാത്ത വഴികൾ, പഴയ കെട്ടിടങ്ങൾ, പച്ചപ്പിൻ്റെ മനോഹാരിത. പക്ഷേ ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു അധ്യായം ഒളിഞ്ഞു കിടക്കുന്നു. ഇതായിരുന്നു ജോസഫ് സ്റ്റാലിൻ ജനിച്ച നാട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ജോർജിയയിലെ ഗോരിയിലുള്ള സ്റ്റാലിൻ മ്യൂസിയത്തിൻ്റെ മുന്നിലാണ്. ഒരു വ്യക്തിയുടെ ജീവിതം, ഒരു രാജ്യത്തിൻ്റെ ചരിത്രം, ലോക രാഷ്ട്രീയത്തിൻ്റെ വഴിത്തിരിവുകൾ എല്ലാം ഒരേ ഇടത്ത് സൂക്ഷിച്ചിരിക്കുന്നത് പോലെയുള്ള അനുഭവം. മ്യൂസിയത്തിലേക്ക് ഓരോ ചുവടും വയ്ക്കുമ്പോൾ നമ്മൾ സമയം പിന്നിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ തോന്നും. ചുവരുകളിൽ പഴയ ചിത്രങ്ങൾ, കാലം മഞ്ഞ നിറമാക്കിയ രേഖകൾ, വ്യക്തിപരമായ വസ്തുക്കൾ, ഓരോന്നിനും പറയാനുണ്ട് കഥകൾ. ചരിത്രം ഒരിക്കലും ഒരു വശം മാത്രമുള്ള കഥയല്ല. ചിലർക്കായി സ്റ്റാലിൻ ഒരു ശക്തനായ നേതാവായിരുന്നു. മറ്റു പലർക്കായി അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഭയത്തിൻ്റെയും അടിച്ചമർത്തലുകളുടെയും വേദനകളുടെയും ഓർമ്മകളാണ്. രാഷ്ട്രീയ ശുദ്ധീകരണങ്ങൾ, തടവറകൾ, നഷ്ടപ്പെട്ട ജീവിതങ്ങൾ, ആ കാലഘട്ടത്തിൻ്റെ മുറിവുകൾ ഇന്നും ചരിത്രത്തിൻ്റെ താളുകളിൽ മായാതെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മ്യൂസിയം ഒരാഘോഷമല്ല, മറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അധികാരം എത്ര ശക്തമായാലും അതിൻ്റെ പിന്നിൽ മനുഷ്യരുടെ ജീവിതങ്ങളുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. മ്യൂസിയത്തിൻ്റെ അല്പം മാറി അദ്ദേഹം പണ്ട് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക ട്രെയിൻ കോച്ച് കാണാം. അധികാരത്തിൻ്റെ പ്രതീകമായിരുന്ന ആ കോച്ച് ഇന്ന് ചരിത്രത്തിൻ്റെ ഒരു നിശബ്ദ സാക്ഷി മാത്രം. ഇവിടെയാണ് സ്റ്റാലിൻ ജനിച്ച ആ ചെറിയ വീട്. ഇന്നതു സ്മാരകമായി സംരക്ഷിക്കപ്പെടുന്നു. ഒരു പക്ഷേ യാത്രകൾ എന്നത് പുതിയ സ്ഥലങ്ങൾ കാണുന്നതല്ല, മറിച്ച് പുതിയ കാഴ്ചപ്പെടുത്തലുകൾ കണ്ടെത്തുന്നതാണ്.